ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം റീത്ത് വെച്ചിരിക്കുന്നു. ഇപ്പോൾ അവരെ കായികമായി ആക്രമിച്ചിരിക്കുന്നു. കണ്ണൂരിലാണ് സംഭവിച്ചത്. അതിന് അപലപിക്കണം. അതെ, ഞാൻ അപലപിച്ചു, ആത്മാർത്ഥമായിട്ട് അപലപിക്കുകയാണ് കേട്ടോ, കളിയാക്കിയതല്ല. കാരണം ഒരു മന്ത്രിക്ക് നേരെ കയ്യേറ്റം ഉണ്ടാവുന്നത് അപലപനീയമാണ്. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, പ്രത്യേകിച്ച് അബലയായ ഒരു മന്ത്രിക്ക് നേരെ. പക്ഷേ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, ഇത് കണ്ണൂരല്ലേ, 2013 ഒക്ടോബർ 27 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പോലീസ് ഗ്രൗണ്ടിൽ പോലീസ് കായികമേള ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു. ഡിവൈഎഫ്ഐക്കാർ SFIക്കാർ എന്താ ചെയ്ത് കാറ് തടഞ്ഞു, കല്ലെറിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രിയുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ നെറ്റിയിൽ കൊണ്ടു, നെഞ്ചിൽ കൊണ്ടു കല്ല്. ആര് ചെയ്തു? CPMൻ്റെ കുട്ടിക്കുരങ്ങന്മാർ, ഡിവൈഎഫ്ഐക്കാർ, SFIക്കാർ. CPM ഒന്ന് അപലപിച്ചായിരുന്നു. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, അതിൽപ്പെട്ട ആളുകളെ ഡിവൈഎഫ്ഐയിൽ നിന്നോ SFIയിൽ നിന്നോ CPMലെ അംഗങ്ങളുണ്ടെങ്കിൽ അവരെ CPMൽ നിന്നോ പുറത്താക്കിയിരുന്നു. ഖേദിച്ചോ? വളരെ മോശമാണ്, അങ്ങനെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നേരെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് CPM പറഞ്ഞിട്ടില്ല. ന്യായീകരിക്കായിരുന്നു. കള്ളത്തിനാണ്, മുഖ്യമന്ത്രിക്ക് ഒന്നും പറ്റിയില്ല, മുഖ്യമന്ത്രിയുടെ അഭിനയമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അതെ, ഉമ്മൻചാണ്ടിക്ക് ഒന്നും പറ്റിയില്ല, ഒരു പോറൽ പോലുമില്ല. ചില്ല് കൊണ്ടപ്പോൾ പറ്റിയപ്പോൾ, എങ്ങനെയാണ് ചില്ല് കൊണ്ടത്? കല്ലെറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗ്ലാസ് പൊട്ടിയപ്പോഴാണ്. പിണറായി വിജയൻ്റെ കാലത്തായിരുന്നെങ്കിൽ വെടിവെപ്പ് നടത്തി എത്ര എണ്ണത്തെ കൊല്ലുമായിരുന്നു? ഉറപ്പാണല്ലേ. കരിങ്കൊടി കാണിച്ചവരെ ചെടിച്ചട്ടി കടിച്ചിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ഞാൻ ഒരു അക്രമത്തെ ന്യായീകരിക്കുകയില്ല. ഇനി പ്രിയം പറഞ്ഞല്ലോ, വീണ ജോർജിൻ്റെ വീട്ടിൽ റീത്ത് വെച്ചു എന്ന്. 2017 ജനുവരി മഹാരാജാസ് കോളേജ് എറണാകുളം, അവിടുത്തെ പ്രിൻസിപ്പൽ NL ബീന റിട്ടയർ ചെയ്തു. SFIക്കാർ അവിടെ കുഴിമാടം ഉണ്ടാക്കിയിട്ട് റീത്ത് വെച്ചു. മനസ്സിലായില്ലേ? കൊടുത്ത കൊല്ലത്തും കിട്ടുന്നേ. കേരളത്തിൽ രാഷ്ട്രീയ സമരങ്ങളുടെ പേരിൽ എതിരാളികൾക്ക് മേൽ കുതിര കയറുന്ന, ഗുണ്ടായിസം കാണിക്കുന്ന എല്ലാ സമരമാർഗങ്ങളും തുടങ്ങി വെച്ചത് SFI ആണ്, DYFI ആണ്, CPM ആണ്. അന്നൊന്നും അതിനെ അപലപിക്കാതിരുന്നതിൻ്റെ തിരിച്ചടി ഇപ്പം കിട്ടുകയാണ്. കാരണം സ്വന്തം പാർട്ടിക്കാരാണെങ്കിലും അധാർമികമായ അക്രമത്തിൽ മുഴുകിയ സമരങ്ങൾ നടത്തുമ്പോൾ പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ വിടും, മുഖ്യമന്ത്രിയെ, സംസ്ഥാന മുഖ്യമന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിൽ കേരളത്തിലെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വണ്ടി തടഞ്ഞ് അദ്ദേഹത്തെ കായികമായി ആക്രമിക്കാൻ ശ്രമിച്ചില്ലേ? അതെ. അപ്പോൾ ഇങ്ങനെ അക്രമാസക്തമായ സമരങ്ങളുടെയൊക്കെ പിതൃത്വം ഈ കമ്മ്യൂണിസ്റ്റുകാർക്കാണ്, SFIക്കാണ്, DYFIക്കാണ്, മാർക്സിസ്റ്റുകാർക്കാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ അനിൽകുമാർ, MN വിജയൻ്റെ മകൻ, ദേശാഭിമാനിയുടെ പത്രാധിപ സമിതി അംഗമായിരുന്നു. അങ്ങനത്തെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ വെച്ചില്ലേ റീത്ത്? അപ്പോൾ അധാർമികമായ സമരങ്ങൾ പറയുന്ന CPMന് എന്താ ഇപ്പോൾ അപലപിക്കാൻ എന്താ അവകാശം? നിങ്ങളാ തുടങ്ങി വെച്ചത്. ഭസ്മാസുരന് വരം കൊടുക്കുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും ജുഗുപ്സാവകമായ സമരങ്ങൾ. കണ്ണൂരിൽ പാവപ്പെട്ട ചിത്ര അല്ലേ, അവരുടെ ഓട്ടോറിക്ഷ തീ കത്തിച്ച സമയം, പണിയെടുക്കാൻ സമ്മതിക്കില്ല, പട്ടിണിയിലാക്കി കളഞ്ഞു. ഇങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയത്തിന് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയം പറയുന്നവരെയൊക്കെ കൈകാര്യം ചെയ്ത നികൃഷ്ടമായ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് CPMഉം SFIയും DYFI എന്നും പറയാതരമില്ല. ആത്യന്തികമായിട്ട് കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം ചെയ്തതും CPMകാരായിരുന്നു, വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നത്. അതുപോട്ടെ, ഞാനതിലേക്ക് പോകുന്നില്ല, നമ്മളത് പറയാനില്ല. ഇപ്പോൾ ഏതായാലും സംസ്ഥാനത്തൊരു മന്ത്രിക്ക് നേരെ കയ്യേറ്റം ചെയ്യുന്നത് തെറ്റാണ്, അപലപനീയമാണ്. ഞാനിപ്പം വീണ ജോർജിൻ്റെ വിഷ്വൽസ് കണ്ടു. അത് അവരെ ആരും അടിക്കുന്നോ വിഷ്വലൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അവർ നടന്നു വരുന്നു, അവർ സമരക്കാരോട് കയർക്കുന്നു, ആ പോലീസുകാർ വട്ടം പിടിക്കുന്നു. അതിനിടയ്ക്ക് എങ്ങനെയോ അവരുടെ വലത്തെ കയ്യിൽ ഒരു പോറലുണ്ട്, കഴുത്തിൽ ഇങ്ങനെ അമർത്തി പിടിക്കുന്നുണ്ട്. ഇപ്പോൾ MV ജയരാജനാണെന്നു, MV ജയരാജൻ വന്നിട്ട് പറയുന്നു വീണ ജോർജ് ICUവിലാണ്. അപ്പോൾ കയ്യിലൊരു പോറൽ പറ്റിയാൽ, ഇവിടെ കഴുത്തിനൊരു അടി കിട്ടിയാൽ ICUവിൽ പോകേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ, മെഡില്ല ഒബ്ലാങ്കറ്റൊക്കെ അടി കിട്ടിയാൽ കഴുത്തിന് പുറകിൽ ആൾ മരിച്ചു പോകും. അപ്പോൾ നമ്മൾ അതിനൊന്നും ലാഘവത്തോടെ കാണുന്നില്ല. എന്തൊക്കെയാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ, ഒരു സംസ്ഥാനത്തെ മന്ത്രിയുടെ ശരീരത്തിൽ കൈവെക്കുന്നത് തെറ്റാണ്. അത് വിശദമായ അന്വേഷണം വരട്ടെ, കുറ്റക്കാരെ ശിക്ഷിക്കട്ടെ. സതീശൻ പറഞ്ഞു വിട്ടതാണെന്ന് ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടെന്നാണ് ഒരു വനിതാ മന്ത്രിക്കെതിരെ ആദ്യമാണ്. കാരണം ആ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമാണെന്ന് പറഞ്ഞാൽ കുഴങ്ങും. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ചോദ്യം. പക്ഷേ വേറെ കാര്യമുണ്ടേ, കാരണം സമരം പോരുന്ന വഴിക്കൊക്കെ സമരം ഉണ്ടായിരുന്നു. കണ്ണൂരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മടങ്ങുകയായിരുന്നു ആരാധ്യായ മന്ത്രി. അപ്പോൾ ആ പോകുന്ന വഴിക്കൊക്കെ അവർക്ക് നേരെ പ്രതിഷേധം ഉണ്ടായിരുന്നു.
റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ വന്ദേ ഭാരത് കയറി തിരിച്ചു വരാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴും പ്രതിഷേധം ഉണ്ടാവുമെന്ന് കണക്കാക്കണമായിരുന്നു. സുരക്ഷാ വീഴ്ച ഉണ്ടെന്നേ, ഉറപ്പായിട്ടുണ്ട്. കാരണം അക്രമാസക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ സുരക്ഷാ വീഴ്ചയാണ്. അവിടെ എത്തിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും മതിയായ സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുരക്ഷാ വീഴ്ചയാണ്. സുരക്ഷാ വീഴ്ച അംഗീകരിക്കണം. സുരക്ഷാ വീഴ്ച പോലീസിൻ്റെയാണ്. പോലീസിൻ്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൻ്റെയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ വീഴ്ചയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് സുരക്ഷാ വീഴ്ച എന്നത് മിണ്ടരുത് എന്ന് നേതാക്കന്മാരെല്ലാം പറയുന്നുണ്ട്. കാരണം അത് പിണറായിയുടെ നെഞ്ചത്തുള്ളൂ. ഏതായാലും വീണ ജോർജിനെ 2 എണ്ണം കിട്ടിക്കോട്ടെ എന്ന് പിണറായി വിജയൻ വെക്കാനൊന്നും പോകുന്നില്ല. കാരണം പിണറായി വിജയന് വളരെ വേണ്ടപ്പെട്ട ഒരു മന്ത്രിയാണ് വീണ ജോർജ്. പിന്നെ ഈ കപ്പൽ ആടികുലയില്ല, ഇതിനൊരു കപ്പിത്താനുണ്ട് എന്നുള്ള വാചകം അദ്ദേഹത്തിൻ്റെ കാതുകളിൽ കുളിർമഴയായിട്ട് പെയ്യുന്നുണ്ടാവും. ഏതായാലും വീണ ജോർജിനെ എന്നല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകരെയും ദേഹത്ത് കൈവച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അധാർമികമാണ്, അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇത് ആലോചിക്കണം നമ്മൾ. ഇതൊക്കെ കൊലപാതകങ്ങൾ. ഈ കണ്ണൂരിൽ നിന്ന് കുറച്ച് പോകുമ്പോഴാണ് കാസർഗോഡ് കൃപേഷിൻ്റെ ശരത്ലാലിനെ കൃപേഷിനെ വെട്ടിക്കൊന്ന് തുണ്ടാക്കിയത് ആരാ? കോൺഗ്രസ്സുകാരായതുകൊണ്ട്. കോൺഗ്രസ്സുകാരെ കൊന്നാൽ നന്നായി എന്ന് പറയാനൊന്നും നമ്മൾ തരാം. ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പാടില്ല, ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. CPM ചെയ്തതെന്ന് അവർ പകരം ചെയ്യും, പക്ഷേ ഇവർ ചെയ്തില്ലായിരുന്നു. പകരം ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അതിനുള്ള ശേഷിയൊന്നുമില്ല. അല്ല, കൊലപാതക രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ AI കാലമാണ് അല്ലേ? മനുഷ്യൻ ഒരു ബൗദ്ധികമായും ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിലൊക്കെ സ്റ്റാൻഡേർഡ്സൊക്കെ മാറിയ ഒരു കേരളമാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കെന്ന് പറയേണ്ട, ഇവിടെ കേരളം ഭരിച്ച എല്ലാവർക്കും ഉണ്ട്, മഹാരാജാവിനും ഉണ്ട്. കേരളത്തിലെ ആരോഗ്യരംഗം ഏറ്റവും സമ്പന്നമാണെന്ന് പറയുമ്പോൾ കേരളത്തിൽ ആദ്യമായി പ്രതിരോധ കുത്തിവയ്പ്പ് ഏർപ്പാടാക്കിയത് തിരുവിതാംകൂർ രാജാവാണ്. പക്ഷേ വേറെ ആരോഗ്യ വകുപ്പിൻ്റെ കാര്യത്തിൽ വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിലെ ഏറ്റവും മോശപ്പെട്ട മന്ത്രിമാരെ എടുത്താൽ അതിലൊരാൾ വീണ ജോർജാണ്, തർക്കമൊന്നുമില്ല. നമുക്കൊരു മന്ത്രിമാരുടെ ഒരു പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഇന്ത്യ ലൈവ് ചെയ്യുന്നുണ്ട്. പക്ഷേ വീണ ജോർജ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ മുഴുവൻ കുഴിയും വെള്ളമാണെന്നും പറഞ്ഞൊരു ഫോട്ടോ പത്തനംതിട്ടയിലെ സൂരജ് ഇലന്തൂർ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ പോസ്റ്റ് ചെയ്തതിന് അയാളെ പിടിച്ച് ജയിലിൽ അടപ്പിച്ചിട്ടുണ്ട്, കേസ് കൊടുത്തിട്ട്. ഇത്ര ധാർഷ്ട്യം നിറഞ്ഞൊരു മാധ്യമപ്രവർത്തകയാണ്. ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന ഒരു മന്ത്രി പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ വേറെ ഇല്ല എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അവർ ആലോചിക്കണം. എന്തുകൊണ്ടാണ് വീണ ജോർജ് വനിതയായതുകൊണ്ടല്ലോ, വേറെ വനിതാ മന്ത്രിമാർ ചിഞ്ചുറാണിയൊക്കെ ഉണ്ടല്ലോ അവിടെ, എന്താ അവിടെ പ്രശ്നം വല്ലതും ഉണ്ടോ? മറ്റേ ബിന്ദു ഇല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് വീണ ജോർജ് ഇത്ര അൺപോപ്പുലറായത് എന്ന് വീണ ജോർജിന് ആലോചിക്കാനുള്ള അവസരമാണ് ഈ 5 വർഷക്കാലം. പക്ഷേ അപ്പോഴും നമ്മൾ പറയുന്നു ഒരാളെയും കായികമായി ആക്രമിക്കാൻ പാടില്ല, അക്രമമല്ല രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷേ അത് ഈ ചെകുത്താൻ വേദമോതുന്ന പോലെ ഇപ്പം അക്രമ രാഷ്ട്രീയം പാടില്ല എന്ന് CPM പറയുമ്പോൾ ചിരിച്ചു പോകും. അത് വീണയോടുള്ള ദേഷ്യം കൊണ്ടല്ല. കാരണം എല്ലാവിധ അധാർമിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും കുത്തക അട്ടിപ്പേറായി കൊണ്ടു നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അവരുടെ ഒരു മന്ത്രിക്ക് നിർഭാഗ്യകരമായ ഒരു ആക്രമണം അവർക്ക് നേരെ ഉണ്ടായപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച്, സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ ചിരിക്കാതെ എന്ത് ചെയ്യും? അപ്പോൾ ഏതായാലും CPM കാര്യം മനസ്സിലാക്കണം. പിന്നെ VD സതീശനെ കുറിച്ച് പറയുമ്പോൾ VD സതീശൻ കഴിഞ്ഞ ദിവസം പടക്കം പൊട്ടിക്കുന്നതോടെ അത് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ 2 കൂട്ടരും കോൺഗ്രസ്സുകാർ തമ്മിൽ ബഹളം വെക്കുമ്പോൾ VD സതീശൻ്റെ ഒരു വീഡിയോ, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ബഹളം വെക്കുന്നു. ആര്? ഞാനിവിടെ നിൽക്കുമ്പോഴാണോ ബഹളം വെക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാനിവിടെ നിൽക്കുമ്പോഴാണോ? ഞാൻ ആരാണ്? മഹാരാജാവോ? അദ്ദേഹം ഇപ്പോഴും മഹാരാജാവിൻ്റെ ഭാഷയിലാണ്. ഈ മഹാരാജാവ് തമ്പുരാൻ കൽപ്പിച്ചിട്ടാണോ KSU കുഞ്ഞുങ്ങൾ ഈ ചൂടുചോറ് വാരാൻ പോയിരിക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം സംഘർഷം നിറഞ്ഞ വളരെ ചൂട് പിടിച്ചൊരു തെരഞ്ഞെടുപ്പായിരിക്കും. അത്യാവശ്യം ഗുണ്ടായിസം കാണിക്കാൻ ഇപ്പം തന്നെ ആളുകൾ തയ്യാറായിരിക്കുന്നു വരുന്നത്. പക്ഷേ KSUക്കാർ പിള്ളേർ ഓടി കാണുന്ന അടിപൊളിക്കും കേട്ടോ, സംശയമില്ല. നാളെ മുതൽ SFIക്കാരും DYFക്കാരും എടുത്തിട്ട് ഇവന്മാരെ പുതുക്കും. പഴയ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ചയായിരിക്കും. അത് വീണ ജോർജിന് വലിയ ഭരണവിരുദ്ധ വികാരം നേരിടുന്നൊരു മന്ത്രിയാണ് വീണ ജോർജ്. പക്ഷേ ഒരു കാര്യം, വീണ ജോർജിനെ അടിച്ചത് ശരിയൊന്നുമല്ല. പക്ഷേ ചില മന്ത്രിമാരുടെ അടിച്ചത് ശരിയായില്ലെന്നോ? ഏതർത്ഥത്തിലാണ് പറയുന്നത്? അല്ല, വീണ ജോർജിനെ അടിച്ചത് ശരിയായില്ല. എങ്ങനെ? അവരെ ആക്രമിച്ചത് ശരിയായില്ല. ഞാനോർത്ത്. പക്ഷേ ചില മന്ത്രിമാരെയൊക്കെ കാണുമ്പോൾ, അവരുടെ പ്രവൃത്തിയെ കാണുമ്പോഴത്തേക്കും 2 എണ്ണം കിട്ടേണ്ടതാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് ശരിയായ രീതിയല്ലല്ലോ. നമുക്ക് ജനാധിപത്യപരമല്ല, അക്രമമല്ല, കയ്യൂക്കുകൊണ്ടല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ബാലറ്റ് പേപ്പറിലൂടെ അവസരം കിട്ടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം അല്ലേ? അപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം. അല്ലാതെ ഗുണ്ടകളെ അഴിച്ചു വിടുക. ഇപ്പോൾ വിമാനത്തിൽ മുഖ്യമന്ത്രി പോകുമ്പോൾ 2 പേരും പ്രതിഷേധിച്ചു, അത് ശരിയല്ല, അംഗീകരിക്കാൻ കഴിയില്ല. വിമാനം എന്ന് പറയുന്നത് അതീവ സുരക്ഷയുള്ളതാണ്. അവിടെ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാൻ പാടില്ല.
പിണറായിയെ തല്ലാനൊന്നും പോയില്ല, ശരി, വധശ്രമത്തിന് കേസെടുത്ത അതിനുള്ള വകുപ്പൊന്നുമില്ല. എന്നാൽ പോലും ആകാശമാർഗേന പോകുന്ന ഒരു വാഹനമാണല്ലോ വിമാനം. വെള്ളത്തിലാണേലും കരയിലാണേലും എങ്ങനെയെങ്കിലും ആൾക്ക് രക്ഷപ്പെടാം, മറ്റൊരു ഓപ്ഷനുമില്ല. അവിടെ വെച്ച് ആളുകൾക്ക് നേരെ ഇറങ്ങുമ്പോഴാണെങ്കിൽ പോലും മുദ്രാവാക്യം വിളിക്കുന്നതൊന്നും ശരിയായ സമരമല്ല. അപ്പോൾ ഏതായാലും നമ്മൾ അക്രമത്തെ ഒരു തരത്തിൽ ന്യായീകരിക്കുന്നില്ല. ഈ വീണ ജോർജ് നേരെ ഉണ്ടായ ആക്രമണം അപലപനീയമാണ്. വീണയെ അടിച്ചത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യ ലൈവ് മന്ത്രി വീണ ജോർജിനോട് ഐക്യദാർഢ്യം ഇക്കാര്യത്തിൽ മാത്രം പ്രകടിപ്പിക്കുന്നു. KSUക്കാർ അടിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, അവരെ നടപടിയെടുക്കാൻ, അവരെ പുറത്താക്കാൻ. ഈ അടി ഗുരുതരമാണെങ്കിൽ മന്ത്രിസ്ഥാനത്ത് തുടരാൻ പറ്റുമോ? ഗുരുതര ആരോഗ്യ പ്രശ്നം ICUലൊക്കെ ആണെങ്കിൽ? ICUവിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ ഒരു പഞ്ചിന് വേണ്ടിയിട്ട് ആര് പറയുന്നതാണ്? ഗോവിന്ദൻ പറയുന്നതാണ്. ICUവിൽ സ്വാഭാവികമായിട്ട് കിടത്തും, കൈക്ക് പരിക്കാൻ, മന്ത്രിയല്ലേ, അപ്പോൾ തീവ്രമായ പരിചരണമാണ്. എന്ന് വെച്ചാൽ ICU കിടക്കുന്നു പറഞ്ഞാൽ മറ്റേ ഓക്സിജൻ മാസ്കൊക്കെ വെച്ച് കിടക്കുന്നു എന്നർത്ഥമൊന്നുമില്ല. പ്രത്യേക പരിഗണന വേണം എന്നുള്ളതുകൊണ്ട് ICUവിലെ ബെഡ് കിടത്തുന്നു, അല്ലാതെ അത്യാസന്ന നിലയിൽ എന്നുള്ള അർത്ഥം എടുക്കരുത്. പിന്നെ ഇതിന് വീണയെ സംബന്ധിച്ച് വീണയ്ക്ക് ഒരു ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. ഒരു രക്തസാക്ഷി പരിവേഷം കൂടെ കിട്ടുന്നു. രാഷ്ട്രീയമായി വീണയ്ക്ക് ഗുണമാണ്. വീണയെ കായികമായി മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് കായികമായി ആക്രമിക്കുന്നു എന്നൊരു വാദം വീണയ്ക്ക് ഉയർത്താം. നാളെ മുതൽ SFIക്കാരുടെ DYFIക്കാരുടെ അടി KSUവിൽ കിട്ടുമ്പോൾ VD സതീശനും സന്തോഷമാവും, ഞങ്ങളെ തല്ലുന്നേ കൊല്ലുന്നേ എന്ന് പറയാം. അപ്പോൾ രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കിട്ടുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത് ഇലക്ഷനിൽ നിലവിളിക്കാൻ വേണ്ടി വകുപ്പുണ്ടാക്കുകയാണ്. ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന പരിപാടി ആരും ചെയ്യരുത്. അക്രമം നടത്തുന്ന ആരായാലും അവർക്കെതിരെ നിലപാടെടുക്കണം. അതല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.